നമ്മുടെ കേരളം ഇന്ന് മറ്റുള്ള സ്റ്റേറ്റുകളെക്കാൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറി. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ, ബീഹാറിനേക്കാളും പഞ്ചാബിനേക്കാളൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ആണ് ഇന്ന് ലഹരി ഉപയോഗത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ട് സമ്പാദിക്കുന്ന, ലഹരി ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ആളുകളാണ്. ആലോചിക്കണം, നമ്മള് ലഹരി ഉപയോഗിക്കുന്ന മക്കളെ പിടിച്ചിട്ട് കാര്യമില്ല, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചിട്ട് കാര്യമില്ല. ലഹരിയിലൂടെ പണമുണ്ടാക്കുന്ന ആളുകൾ, പണമുണ്ടാക്കാൻ ഏത് വഴിയായാലും കുഴപ്പമില്ല, എനിക്ക് പണമുണ്ടായാൽ മതി എന്ന ചിന്തയുള്ള ചില യുവാക്കളുണ്ട്, ചില ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ എവിടെ നിന്നായാലും കുഴപ്പമില്ല, പണം വേണമെന്നുള്ള ചിന്താഗതി വരും. പൈസ ഉണ്ടായാൽ മതി. അമിനൽ ഹലാലി അമിനൽ ഹറാം, പണം ഹലാലാണോ ഹറാമാണോ എന്ന ചിന്ത പോലുമില്ലാതെ പൈസ വേണം കയ്യില്, വണ്ടി വേണം കയ്യില്, വലിയ മൊബൈൽ ഫോണുകൾ വേണം കയ്യില്, തോന്നുമ്പോ പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ കഴിയണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം, അങ്ങനെ നല്ല ചെത്തിപ്പൊളിച്ച് നടക്കുക. പണമുണ്ടാകണം, അതിന് ആഗ്രഹിച്ചതൊക്കെ വാങ്ങുക, അതിന് പണമുണ്ടാകണം. ആ പണം എങ്ങനെ ഉണ്ടാകണം എന്ന ചിന്ത പോലും ഇല്ലാത്തൊരു സമൂഹം അവസാന കാലഘട്ടം വരുമ്പോ വളരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹറാമാണോ ഹലാലാണോ എന്നറിയാതെ, അന്ന് ചിന്തിക്കാതെ പണമുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും. അതിൽപ്പെട്ടതാണ് ലഹരിയുടെ കച്ചവടക്കാർ. ആർക്കാ ലഹരി വിൽക്കുന്നത്? സ്കൂളുകളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ സിഗരറ്റുകൾ